ന്യൂജൻ മാത്ത് എന്ന ഈ ചാനലിലെ 8ാം ക്ലാസ്സിലെ മാത്സ്, ഹിന്ദി, ഫിസിക്സ്, കെമിസ്ട്രി ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പാഠത്തിലേക്ക് പോകാം. എ ലോങ് ടൈം എഗോ, വളരെ കാലം മുൻപ്, ഇൻ എ സ്മാൾ കൺട്രി വില്ലേജ്, ഒരു ചെറിയ ഗ്രാമത്തിൽ, ഇവിടുത്തെ ഏത് രാജ്യത്തെ ഗ്രാമത്തിലാണ്? ജപ്പാൻ എന്ന രാജ്യത്തെ ചെറിയ ഗ്രാമത്തിൽ, വില്ലേജിൽ, ദെയർ ലീവ്ഡ് എ പുവർ ഫാർമർ, ഒരു പാവപ്പെട്ട കർഷകനും അദ്ദേഹത്തിൻ്റെ വൈഫും എന്ത് ചെയ്തു? താമസിച്ചു. ഹൂ വെയർ വെരി ഗുഡ് പീപ്പിൾ, എങ്ങനെയുള്ള ആളുകളായിരുന്നു? നല്ല ആളുകളായിരുന്നു. ദേ ഹാഡ് എ നമ്പർ ഓഫ് ചിൽഡ്രൻ, അവർക്ക് ഒരുപാട് എന്തുണ്ട്? കുട്ടികളുണ്ടായിരുന്നു. ആൻഡ് ഫൗണ്ട് ഇറ്റ് വെരി ഹാർഡ് ടു ഫീഡ് ദം ആൾ, അവരെ എല്ലാം ഫീഡ് ചെയ്യാൻ, ആഹാരം കൊടുത്ത് വളർത്തുക എന്ന് പറയുന്ന അവർക്ക് എങ്ങനെയാണ്? ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, അതുകൊണ്ട് അവർക്ക് വളർത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ദ എൽഡർ സൺ വാസ് സ്ട്രോങ് ഇനഫ്, മൂത്ത മകൻ കരുത്തനായിട്ട് മാറി. എപ്പോൾ? 14 വയസ്സ്. അപ്പോൾ ഓൺലി 14 years ഓൾഡ്, 14 വയസ്സേ ഉള്ളൂ. പക്ഷെ അവനാണ് മൂത്തവൻ എത്ര വയസ്സുണ്ട്? 14 വയസ്സുണ്ട്. അവൻ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ഹിസ് ഫാദർ, അവൻ എന്ത് ചെയ്യുന്നു? അച്ഛനെ സഹായിക്കുന്നു. എത്ര വയസ്സായപ്പോൾ തന്നെ? 14 വയസ്സായപ്പോൾ തന്നെ മൂത്ത മകൻ അച്ഛനെ സഹായിക്കുന്നു. അങ്ങനെ അച്ഛനെ സഹായിക്കാനുള്ള കരുത്തനായിട്ട് അവൻ മാറി. ആൻഡ് ദ ലിറ്റിൽ ഗേൾ, എന്താ? ചെറിയ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ലേൺ ടു ഹെൽപ്പ് ദ മദർ, അവരുടെ അമ്മയെ സഹായിക്കുന്നു. ആൾമോസ്റ്റ് as soon as they could walk, അവർ നടക്കാൻ പ്രാപ്തരായപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? ദെയർ മദർ, അവരുടെ അമ്മയെ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ബട്ട് ദ യങ്ങസ്റ്റ് ചൈൽഡ്, പക്ഷേ ഏറ്റവും ഇളയ കുട്ടി, എ ലിറ്റിൽ ബോയ്, എങ്ങനെയുള്ളതാണ്? ചെറിയ ആൺകുട്ടിയാണ്. ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്, എങ്ങനെയുള്ള ഹാർഡ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്? കഠിന ജോലി ചെയ്യാൻ അവൻ എന്തല്ല? ഫിറ്റ് അല്ല എന്നുദ്ദേശിക്കുന്നത് എന്താണ്? അവൻ എന്താ? ആ കഠിന ജോലി ചെയ്യാൻ വേണ്ടത്ര അവൻ എന്താ? ആരോഗ്യം ഇല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ആരോഗ്യം ഇല്ല. എങ്ങനെയുള്ള ജോലി ചെയ്യാൻ? ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് യങ്ങസ്റ്റ്, ഏറ്റവും ഇളയ കുട്ടിക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ആരോഗ്യം ഇല്ല. ഹി വാസ് വെരി ക്ലെവർ, പക്ഷെ അവൻ എങ്ങനെയാണ്? ഹി വാസ്, ആരെക്കുറിച്ച് ഇവിടെ പറയുന്നത്? ദ യങ്ങസ്റ്റ് ചൈൽഡിനെ കുറിച്ചാണ്. അപ്പം അവൻ വാസ് വെരി ക്ലെവർ, അവൻ എങ്ങനെയുള്ളവനാണ്? വളരെ സമർത്ഥനാണ്. ക്ലെവറർ ദാൻ ആൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ, എന്താണ്? ബ്രദേഴ്സ്, സഹോദരനെയും അതോടൊപ്പം സഹോദരിമാരെയും കാട്ടി അവൻ എങ്ങനെയുള്ളവനാണ്? സമർത്ഥനാണ്. ബട്ട് ഹി വാസ് ക്വൈറ്റ് വീക്ക്, പക്ഷെ അവൻ എങ്ങനെയാണ്? തീരെ ചെറിയവനാണ്. വീക്ക് ആൻഡ് സ്മാൾ ആണ്, ആരോഗ്യമില്ലാത്തവൻ. ഈ വീക്ക് എന്ന് ഉദ്ദേശിക്കുന്ന ആരോഗ്യമില്ലാത്തവനും അതോടൊപ്പം എങ്ങനെയുള്ളവനുമാണ്? ചെറിയവനാണ്, എന്ന് വെച്ചാൽ പൊക്കം കുറവാണ്. ആൻഡ് ദ പീപ്പിൾ സെഡ്, ആളുകൾ പറയുന്നുണ്ട്, ഹി കുഡ് നെവർ ഗ്രോ വെരി ബിഗ്, അവൻ എന്ത് ചെയ്യത്തില്ല? ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുക? വലിപ്പം വെക്കുകയില്ല എന്ന് ആര് പറയുന്നുണ്ട്? ആളുകൾ പറയുന്നുണ്ട്. സോ ഹിസ് പേരൻസ്, അതുകൊണ്ട് എന്ത് ചെയ്തു? അവരുടെ മാതാപിതാക്കൾ, ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എന്ത് ചെയ്തു? തോട്ട്, ചിന്തിക്കുകയാണ്, ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ഹിം ടു ബിക്കം എ പ്രീസ്റ്റ്, അവനെ എന്താക്കി മാറ്റാം? ഒരു പുരോഹിതൻ. പ്രീസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? പുരോഹിതനാക്കി അവനെ മാറ്റാൻ. ടു ബിക്കം എ ഫാർമർ, ആരാക്കാതെ? ഒരു കൃഷിക്കാരനാക്കാനുള്ള ആരോഗ്യമില്ല അവന്. എങ്ങനെയുള്ളവെന്നാ പറഞ്ഞ് നമ്മളിപ്പം ക്വൈറ്റ് വീക്ക് എന്ന് ഉദ്ദേശിക്കുന്ന ആരോഗ്യമില്ലാത്തവനും അതോടൊപ്പം ചെറിയവനും ആയതുകൊണ്ട് അവനെ എന്താക്കാം? പ്രീസ്റ്റ് ആക്കാം. എന്താക്കണ്ട? അവനൊരു കൃഷിക്കാരനാകാനുള്ള ആരോഗ്യമില്ല, അതുകൊണ്ട് അവനെ നമുക്ക് എന്താക്കാം? ഒരു പുരോഹിതനാക്കാം എന്ന് ഇവരുടെ അച്ഛനും അമ്മയും തീരുമാനിച്ചു. ദേ ടുക്ക് ഹിം വിത്ത് ദം ടു ദ വില്ലേജ് ടെമ്പിൾ, എങ്ങോട്ട് കൊണ്ടുപോയി? അവരോടൊപ്പം വില്ലേജ് ടെമ്പിൾ, ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. വൺ ഡേ, ഒരു ദിവസം. ആൻഡ് ആസ്ക്ഡ് ദ ഗുഡ് ഓൾഡ് പ്രീസ്റ്റ്, അവിടെ ചെന്നതിന് ശേഷം എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? ആ നല്ലവനായ, ഗുഡ് എന്ന് വെച്ചാൽ നല്ലവനായ, ഓൾഡ് പ്രീസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വൃദ്ധ പുരോഹിതനോട്. അപ്പോൾ ഇവിടെ കൊണ്ടുപോയത്? ഇവിടെ അമ്പലത്തിൽ കൊണ്ടുപോയില്ലേ? വില്ലേജ് ടെമ്പിൾ, ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ ചെന്നതിന് ശേഷം ആ നല്ല പ്രായമുള്ള വൃദ്ധനായിട്ടുള്ള പുരോഹിതനോട് ചോദിക്കുകയാണ്, ഇഫ് ഹി വുഡ് ഹാവ് ദെയർ ലിറ്റിൽ ബോയ് ഫോർ ഹിസ് കോലൈറ്റ്. എന്തു ഈ കോലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്? ACOLYTയുടെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. ബിഗിനർ എന്ന് നമുക്ക് പറയാം, തുടക്കക്കാരൻ അല്ലെങ്കിൽ സഹായി ആയിക്കൊള്ളാൻ അല്ലെങ്കിൽ ആക്കാനായിട്ട്. ആരെ? ഈ കുട്ടിയെ ആരുടെ സഹായി ആക്കാൻ? ഈ പ്രീസ്റ്റിനെ സഹായി ആയിട്ട് മാറ്റാൻ പറ്റുമോ, ആക്കാമോ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. ആൻഡ് ടീച്ച് ഹിം, അതോടൊപ്പം എന്ത് ചെയ്യണം? പഠിപ്പിക്കാമോ? ഹിം, ആരെയാണ്? ആ കൊച്ചുകുട്ടിയാണല്ലോ. ആൾ ദ എ പ്രീസ്റ്റ് ഔട്ട് ടു നോ, ആർക്ക്? എന്ത് പഠിപ്പിക്കാമോ? എ പ്രീസ്റ്റ് ഔട്ട് ടു നോ, ആരാണ്? ഒരു പുരോഹിതൻ അറിഞ്ഞിരിക്കേണ്ട, ഔട്ട് നോ എന്ന് ഉദ്ദേശിക്കുന്നത് അറിഞ്ഞിരിക്കേണ്ട, ഒരു പുരോഹിതൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അവനെ പഠിപ്പിക്കാമോ?
അതോടൊപ്പം അവനെ എന്താക്കാമോ, താങ്കളുടെ അല്ലെങ്കിൽ നമ്മുടെ ആരുടെ കാര്യം ആരോടാ പറയും നമ്മൾ, ഓൾഡ് പ്രീസ്റ്റിൻ്റെ കോലൈറ്റ് ആക്കാമോ എന്ന് വെച്ചാൽ സഹായി ആക്കാമോ എന്ന് ആരോട് ചോദിക്കുന്നു, ഓൾഡ് പ്രീസ്റ്റിനോട്. ഈ കുട്ടിയുടെ ഈ യങ്ങസ്റ്റ് ചൈൽഡിനെയാണല്ലോ നമ്മളിവിടെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഓൾഡ് പ്രീസ്റ്റിനോട് ചോദിക്കുകയാണ്. ദ ഓൾഡ് മാൻ സ്പോക്ക് കൈൻഡ്ലി ടു ദ ലാഡ്. ലാഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ കുട്ടിയാണ്. നമ്മൾ യുവാവ് എന്നൊക്കെ പറയും, ഇവിടെ നമ്മൾ കുട്ടിയാണ്. അപ്പം ലാഡിൻ്റെ അർത്ഥം എന്താണ്, യുവാവ്. ദ ഓൾഡ് മാൻ, നമ്മുടെ ഓൾഡ് മാൻ എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്, നമ്മുടെ പുരോഹിതനാണെന്ന് അറിയാമല്ലോ. ആ ഓൾഡ് മാൻ പുരോഹിതൻ എന്ത് ചെയ്തു, സ്പോക്ക് കൈൻഡ്ലി ടു ദ ലാഡ്, ദയയോടുകൂടി. കൈൻഡ് എന്ന് പറഞ്ഞ വാക്കറിയാം, ദയ. അപ്പം ദയയോടുകൂടി എന്ത് ചെയ്തു, ആ കുട്ടിയോടുകൂടി, കുട്ടി എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ ലാഡാണ്, ലാഡിനോട് സംസാരിച്ചു. ആൻഡ് ആസ്ക്ഡ് ഹിം സം ഹാർഡ് ക്വസ്റ്റ്യൻ. അതോടൊപ്പം അവനോട് ചോദിച്ചു. എങ്ങനെയുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചത്, സം ഹാർഡ് ക്വസ്റ്റ്യൻ. അവനെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള, വിഷമം പിടിച്ച ചില ചോദ്യങ്ങൾ, ഇച്ചിരി ഹാർഡായിട്ടുള്ള കട്ടി കൂടിയ ചോദ്യങ്ങൾ ഇച്ചിരി ചോദിച്ചു. പക്ഷേ ക്ലെവർ വെയർ ദ ആൻസേഴ്സ്. അവൻ്റെ ഉത്തരങ്ങൾ എങ്ങനെയായിരുന്നു, ഭയങ്കര ബുദ്ധിപൂർവമായിട്ടുള്ള, ക്ലെവർ എന്ന് ഉദ്ദേശിക്കുന്ന ബുദ്ധിപൂർവമായിട്ടുള്ള ഉത്തരങ്ങളാണ് ആര് നൽകിയത്, നമ്മുടെ കുട്ടി നൽകിയത്. ദാറ്റ് ദ പ്രീസ്റ്റ് എഗ്രീഡ്. ആ ഉത്തരങ്ങൾ അത്രയും നല്ലതായതുകൊണ്ട് നമ്മുടെ പ്രീസ്റ്റ് പുരോഹിതൻ എന്ത് ചെയ്തു, സമ്മതിച്ചു, എഗ്രീഡ് ചെയ്തു, സമ്മതിച്ചു. ടു ടേക്ക് ദ ലിറ്റിൽ ഫെല്ലോ എന്ന് വിളിച്ചത് ഇവിടെ ആരെയാണ്, ആ കുട്ടിയാണ്, ആ കൊച്ചു കുട്ടിയെ എന്താക്കിയെടുക്കാൻ, ഇൻ ടു ദ ടെമ്പിളിലേക്ക് എന്ത് ചെയ്തു, സമ്മതിച്ച്. എന്തായിട്ട് എടുക്കാനും സമ്മതിച്ച്, അസാൻ കോലായിട്ട്, എന്തായിട്ട്, സഹായിയായിട്ട്. കോലായിട്ട് എന്തുവാ, സഹായിയായിട്ട്, അമ്പലത്തിൻ്റെ സഹായിയായിട്ട് ഈ കുട്ടിയെ എടുത്തോളാം, അല്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്ന് ആര് സമ്മതിച്ചു, പ്രീസ്റ്റ് സമ്മതിച്ചു. എന്തുകൊണ്ടാണ് അത്രയും വിഷമം പിടിച്ച ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവൻ എന്ത് ചെയ്തു, നല്ല ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഉത്തരം നൽകി. ആൻഡ് ടു എഡ്യൂക്കേറ്റ് ഹിം, അതോടൊപ്പം അവന് വിദ്യാഭ്യാസം നൽകാം. എന്തിനുള്ള വിദ്യാഭ്യാസം, ഒരു പുരോഹിത അല്ലെങ്കിൽ പൗരോഹിത്വത്തിനുള്ള, പുരോഹിതനാകാനുള്ള എന്ത് നൽകാം, വിദ്യാഭ്യാസം ഞാൻ നൽകാം എന്ന് എന്ത് ചെയ്തു, നമ്മുടെ പുരോഹിതൻ സമ്മതിച്ചു. ദ ബോയ് ലേൺഡ് ക്വിക്ക്ലി വാട്ട് ദ ഓൾഡ് പ്രീസ്റ്റ് ടോട്ട് ഹിം. അപ്പം എന്താണ്, വൃദ്ധ പുരോഹിതൻ, ഓൾഡ് പ്രീസ്റ്റ് എന്താണ്, വൃദ്ധ പുരോഹിതൻ അഭ്യസിപ്പിച്ച, ടോട്ട് ഹിം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ അഭ്യസിപ്പിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ കുട്ടി എന്ത് ചെയ്തു, ലേൺഡ് ക്വിക്ക്ലി, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, അവൻ പഠിച്ചു. ഇനി ആൻഡ് വാസ് വെരി ഒബീഡിയൻറ്റ്, അതോടൊപ്പം വളരെ ഒബീഡിയൻ്റ് ആണെന്ന് വെച്ചാൽ അനുസരണയുള്ളവനായിരുന്നു, വളരെ അനുസരണയുള്ളവനായിരുന്നു. ഇൻ മോസ്റ്റ് തിങ്സ്, എല്ലാ കാര്യങ്ങളിലും അവന് നല്ല അനുസരണ ഉണ്ടായിരുന്നു. ബട്ട് ഹീ ഹാഡ് വൺ ഫോൾട്ട്, പക്ഷേ അവനൊരു ഫോൾട്ട് ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ. ബാക്കി എല്ലാ കാര്യങ്ങളും അവൻ അനുസരിക്കുമെങ്കിലും, ഒബീഡിയൻ്റ് ആണെങ്കിൽ പോലും അവനൊരൊറ്റ കുഴപ്പം ഉണ്ടായിരുന്നു. ഹീ ലൈക്ഡ് ടു ഡ്രോ കാറ്റ് ഡ്യൂറിങ് സ്റ്റഡി ഹവേഴ്സ്, അതോടൊപ്പം പഠിക്കുന്ന സമയങ്ങളിലും പഠിക്കുന്ന മണിക്കൂറുകളിലും ഒക്കെ അവൻ എന്ത് ചെയ്യും, ഹീ ലൈക്ഡ്, അവന് ഇഷ്ടമാണ് എന്ത് ചെയ്യാൻ, ഡ്രോ കാറ്റ്. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അവൻ എന്ത് ചെയ്യും, പൂച്ചകളെ വരയ്ക്കും. ആൻഡ് ടു ഡ്രോ കാറ്റ്, അതോടൊപ്പം പൂച്ചകളെ വരയ്ക്കുക. എവിടെ, ഈവൻ വെയർ കാറ്റ് ഔട്ട് നോട്ട് ടു ഹാവ് ബീൻ ഡ്രോൺ അറ്റ് ആൾ, വരയ്ക്കാൻ പാടില്ലാത്ത പല സ്ഥലങ്ങളിലും അവ എന്ത് ചെയ്യും, പൂച്ചകളെ വരയ്ക്കും. അപ്പം അങ്ങനത്തെ ഒരു എന്തുണ്ട്, കുഴപ്പം ആർക്കുണ്ട്, നമ്മുടെ ഈ ആർക്കാണ്, യങ്ങസ്റ്റ് ചൈൽഡ്, ഈ ഫാർമറിൻ്റെ യങ്ങസ്റ്റ് ചൈൽഡ് ആണല്ലോ ഇപ്പം പ്രീസ്റ്റിൻ്റെ അടുത്ത് ടെമ്പിളിൽ നിൽക്കുന്നത്. അവന് ആ ഒരു ഫോൾട്ടാണ് ഉള്ളത്. എന്തോ അവൻ്റെ ഫോൾട്ട്, ഹി ലൈക്ക് ടു ഡ്രോ കാറ്റ് ഡ്യൂറിങ് ദ സ്റ്റഡി ഹവേഴ്സ്, പഠിക്കുന്ന സമയം നിങ്ങൾ വരയ്ക്കും, വരയ്ക്കേണ്ടാത്ത സ്ഥലങ്ങളിൽ, വരയ്ക്കരുത് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ അവൻ എന്ത് ചെയ്യും, വരച്ച് വയ്ക്കും. എന്തിനെ, പൂച്ചകളെ വരച്ച്. വെന്നെവർ ഹി ഫൗണ്ട് ഹിംസെൽഫ് എലോൺ, ഇനി താൻ അവൻ എന്ത് ചെയ്യുന്നു, തനിച്ചാണെന്നുണ്ട്, എലോൺ എന്ന് ഉദ്ദേശിക്കുന്നത് തനിച്ചാണെന്ന്. അപ്പം അവൻ തനിച്ചാണെന്ന് തോന്നുമ്പോൾ അവൻ എന്താ ചെയ്യുന്നത്, ഹീ ഡ്രൂ കാറ്റ്, എന്ത് ചെയ്യും, പൂച്ചകളെ വരയ്ക്കും. ഹീ ഡ്രൂ ദം ഓൺ ദ മാർജിൻ ഓഫ് ദ പ്രീസ്റ്റ് ബുക്ക്, പ്രീസ്റ്റിൻ്റെ പുരോഹിതൻ്റെ ഗ്രന്ഥങ്ങളുടെ അരികുകളിലൊക്കെ എന്ത് ചെയ്യും, അവൻ പൂച്ചകളെ വരച്ചു വയ്ക്കും. ആൻഡ് ഓൺ ആൾ ദ സ്ക്രീൻ എന്ന് ഉദ്ദേശിക്കുന്ന മറകളിലും, ഓഫ് ദ ടെമ്പിൾ ആൻഡ് ഓൺ ദ വാൾസ്, ഭിത്തികളിലും, ആൻഡ് ഓൺ ദ പില്ലേഴ്സ്, തൂണുകളിലും എല്ലാവരും എന്ത് ചെയ്യും, പൂച്ചകളെ വരയ്ക്കും. സെവറൽ ടൈം ദ പ്രീസ്റ്റ് ടോൾഡ് ഹിം ദിസ് വാസ് നോട്ട് റൈറ്റ്, ഇതൊന്നും ശരിയല്ല, നോട്ട് റൈറ്റ്, ശരിയല്ല എന്ന് പലതവണ, സെവറൽ ടൈംസ്, പലതവണ പ്രീസ്റ്റ് അവനോട് എന്ത് ചെയ്തു, ടോൾഡ് ഹിം, അവനോട് പറഞ്ഞു. ബട്ട് ഹി ഡിഡ് നോട്ട് സ്റ്റോപ്പ് ഡ്രോയിങ് കാറ്റ്, പക്ഷെ അവൻ വരപ്പ് നിർത്തിയോ, ഇല്ല, അവന് അത് നിർത്താനായിട്ട് കഴിയുന്നില്ല. ഹി ഡ്രൂ ദം ബിക്കോസ് ഹി കുഡ് നോട്ട് റിയലി ഹെൽപ്പ് ഇറ്റ്, അപ്പം അവൻ വരയ്ക്കുന്നു, എന്ത്, പൂച്ചകളെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്, അവൻ എന്ത്
എന്തുകൊണ്ടാണ് അത് പൂച്ചകളെ വരയ്ക്കുന്നത്? അക്കാര്യം അവന് ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. ബിക്കോസ് ഹീ കുഡ് നോട്ട് റിയലി ഹെൽപ്പ് ഇറ്റ്. അവന് ചെയ്യാതിരിക്കാനായിട്ട് കഴിയുന്നില്ല. കുഡ് നോട്ട് റിയലി ഹെൽപ്പ് ഇറ്റ്, അതാണ് ഞാൻ പറയുന്നത്. അവനത് ചെയ്യാതിരിക്കാൻ, വരയ്ക്കാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. ഹീ ഹാഡ് വാട്ട് ഈസ് കാൾഡ് ദ ജീനിയസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ്. അപ്പം എന്താണ്, ഒരു കലാകാരൻ്റെ പ്രതിഭ, അതാണ് ദ ജീനിയസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നതാണ്. ഒരു കലാകാരൻ്റെ പ്രതിഭ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാര്യം എന്തുണ്ടായിരുന്നു? അവനിലുണ്ടായിരുന്നു. ഹീ ഹാഡ്, അവനിൽ ഉണ്ടായിരുന്നു. ആൻഡ് ജസ്റ്റ് ഫോർ ദാറ്റ് റീസൺ, ആ കാരണത്താൽ, ഹി വാസ് നോട്ട് ക്വൈറ്റ് ഫിറ്റ് ടു ബി ആൻ കോലൈറ്റ്. അപ്പം എന്താ പറയുന്നത്? ആ കാരണം കൊണ്ട് തന്നെ ഒരു കോലായിട്ട് അവൻ സഹായിയാകാനായിട്ട്, ഒരു പുരോഹിതൻ്റെ സഹായിയാകാനായിട്ട് അവൻ എന്തല്ല? ഫിറ്റല്ല, അനുയോജ്യൻ അല്ല എന്ന് മനസ്സിലാക്കുക. അവന് ഒരു കലാകാരൻ്റെ കഴിവാണുള്ളത്. അതുകൊണ്ട് അവനൊരു പുരോഹിതൻ്റെ കോലൈറ്റ് അവൻ സഹായിയാകാൻ അവൻ എന്തല്ല? ഫിറ്റല്ല. എ ഗുഡ് കോലൈറ്റ് ഷുഡ് സ്റ്റഡി ബുക്സ്. ഒരു നല്ല സഹായി എന്ത് ചെയ്യണം? ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ ഒരു നല്ല സഹായി എന്ത് ചെയ്യണം? ഗ്രന്ഥങ്ങൾ പഠിക്കണം എന്നാണ് ഇവിടം വരെ പറഞ്ഞ് നമ്മൾ നിർത്തുന്നത്. വൺ ഡേ ആഫ്റ്റർ ഹി ഹാഡ് ഡ്രോൺ സം വെരി ക്ലെവർ പിക്ചേഴ്സ് ഓഫ് ദ കാറ്റ്സ് അപ്പോൺ എ പേപ്പർ സ്ക്രീൻ. അപ്പോൾ എന്താ പറയുന്നത്? വൺ ഡേ, ഒരു ദിവസം, ഒരു കടലാസ് ഉണ്ട്, പേപ്പർ സ്ക്രീൻ, ഒരു കടലാസ് മറയിൽ ഡ്രോൺ സം വെരി ക്ലെവർ പിക്ചേഴ്സ്. എങ്ങനെയുള്ള പടം വരച്ചേക്കുന്നത്? നല്ല വിദഗ്ധമായിട്ടുള്ള പൂച്ചകളുടെ കുറേ ചിത്രങ്ങൾ അവൻ വരച്ചപ്പോൾ ദ ഓൾഡ് പ്രീസ്റ്റ് സെഡ്, നമ്മുടെ വൃദ്ധ പുരോഹിതൻ പറയുകയാണ്. എങ്ങനെ പറയുന്നത്? മൈ ബോയ്. എങ്ങനെ പറയുന്നത്? എൻ്റെ കുട്ടി. യു മസ്റ്റ് ഗോ എവേ ഫ്രം ദിസ് ടെമ്പിൾ അറ്റ് വൺസ്. നീ ഉടനെ തന്നെ എന്ത് ചെയ്യണം? ഈ മസ്റ്റ് ഗോ എവേ, ഈ ക്ഷേത്രം വിട്ട് പോകണം. ഫ്രം ദിസ് ടെമ്പിൾ, കണ്ടല്ലോ, ഈ ക്ഷേത്രം വിട്ട് പോകണം. എന്നിട്ട് യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്. നീ എന്തായി മാറത്തില്ല? ഒരിക്കലും ഒരു നല്ല പുരോഹിതനായിട്ട്, ഗുഡ് പ്രീസ്റ്റ്, യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്. നീ ഒരു നല്ല പുരോഹിതനായിട്ട് മാറാൻ നിനക്ക് കഴിയില്ല, ഒരു നല്ല പുരോഹിതനാകാൻ നിനക്ക് കഴിയില്ല. ബട്ട് പെർഹാപ്സ്, എന്നാൽ ഒരു പക്ഷേ, യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. നീ എന്തായിട്ട് മാറും? നീ ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, വലിയ കലാകാരനായി തീർന്നേക്കാം. അപ്പം നമ്മുടെ പ്രീസ്റ്റ് പറഞ്ഞ വാചകങ്ങൾ ഓർക്കാം. മൈ ബോയ്, എൻ്റെ കുട്ടി, യു മസ്റ്റ് ഗോ എവേ ഫ്രം ദിസ് ടെമ്പിൾ അറ്റ് വൺസ്. നീ എന്ത് ചെയ്യണം? ഉടനെ തന്നെ ഈ ക്ഷേത്രം വിട്ട് പോകണം. ഒരിക്കലും ഒരു നല്ല പുരോഹിതനാകാൻ നിനക്ക് കഴിയില്ല. എന്നാൽ ഒരു പക്ഷേ, ബട്ട് പെർഹാപ്സ്, എന്നാൽ ഒരു പക്ഷേ, യു വിൽ ബിക്കം, നീ ഒരു വലിയ എന്തായിട്ട് മാറും? കലാകാരനായി തീർന്നേക്കാം എന്നാണ് പറയുന്നത്. അത്രയാണ് ഇവിടം വരെ. ഇനി അടുത്ത വരി. നൗ ലെറ്റ് മീ ഗീവ് യു എ ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ്. അവസാനമായിട്ട്, ലെറ്റ് മീ ഗീവ് എ ലാസ്റ്റ് പീസ് എന്ന് വെച്ചാൽ അവസാനമായി നിനക്കൊരു ഉപദേശം. അഡ്വൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഉപദേശം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ്? യു വിൽ നെവർ ഫോർഗെറ്റ് ഇറ്റ്. അത് എന്ത് ചെയ്യരുത്? നീ വിസ്മരിക്കരുത്, അല്ലെങ്കിൽ മറന്നു പോകരുത്. എന്താണ് അഡ്വൈസ് എന്ന് നോക്കിയപ്പോൾ അവസാനമായിട്ട് പുരോഹിതൻ കൊടുത്ത ആ അഡ്വൈസ് എന്താന്ന് പറയാൻ പോവാണ്. അപ്പം അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഉപദേശം. അഡ്വൈസ് എന്ന് വെച്ചാൽ ഉപദേശം. എന്തുവാണ് ഉപദേശം കൊടുത്ത്? നമ്മുടെ പ്രീസ്റ്റ് അവസാനമായിട്ട് ആ കുട്ടിക്ക് കൊടുത്ത ഉപദേശം ഓർത്തിരിക്കണം. അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്. എന്താ പറയുന്നത്? രാത്രിയിൽ. നൈറ്റ് എന്ന് വെച്ചാൽ രാത്രിയിൽ വലിയ സ്ഥലങ്ങൾ, ലാർജ് പ്ലേസസ്, രാത്രിയിൽ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ വലിയ സ്ഥലങ്ങൾ രാത്രിയിൽ ഒഴിവാക്കുക. കീപ് ടു സ്മാൾ, ചെറിയ സ്ഥലങ്ങളിൽ കഴിയുക. അപ്പോൾ എന്തോ ഉപദേശം കൊടുത്തത്? രാത്രിയിൽ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ചെറിയ സ്ഥലങ്ങളിൽ കഴിയുക എന്നാണ് ആ ഉപദേശം നമ്മുടെ പ്രീസ്റ്റ് കൊടുത്തത്. അപ്പം ദ ബോയ് ഡിഡ് നോട്ട് നോ വാട്ട് ദ പ്രീസ്റ്റ് മീൻ ബൈ സെയിങ് അവോയ്ഡിങ് ലാർജ് പ്ലേസസ് കീപ് ടു സ്മാൾ. അപ്പം രാത്രിയിൽ എന്ത് ചെയ്യുക? വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ചെറിയ സ്ഥലങ്ങളിൽ കഴിയുക എന്ന് പറഞ്ഞതിലൂടെ എന്താണ് നമ്മുടെ പ്രീസ്റ്റ് ഉദ്ദേശിക്കുന്നതെന്ന് അവൻ ഇതുവരെ ഒന്നും മനസ്സിലായില്ല. ഹി തോട്ട്, അവൻ എന്ത് ചെയ്തു? വീണ്ടും എന്ത് ചെയ്തു? ചിന്തിച്ചു. വൈൽ ഹി വാസ് ടൈയിങ് അപ്പ് ഹിസ് ലിറ്റിൽ ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ് ടു ഗോ എവേ. ഇവിടെ നിന്നും പോകുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? വസ്ത്രങ്ങൾ, ചെറിയ ഭാണ്ഡം മുറുക്കുന്നതിന്, ലിറ്റിൽ ബണ്ടിൽ, ആ വസ്ത്രത്തിൻ്റെ ഭണ്ഡം എന്ത് ചെയ്യുന്നുണ്ട്? അവൻ എന്ത് ചെയ്തു? ചെറിയ ഭാണ്ഡം
മുറുക്കുന്നതിനിടയിൽ, ടൈയിങ് അപ്പ് ചെയ്യുന്നതിന് മുറുക്കുന്നതിനിടയിൽ കുറേ പ്രാവശ്യം അവൻ എന്ത് ചെയ്തു, ആലോചിച്ചു. ബട്ട് ഹീ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, എന്നിട്ട് അവനൊന്നും മനസ്സിലായില്ല. ദോസ് വേർഡ്സ്, ആ പുരോഹിതൻ പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് അവന് മനസ്സിലായി. ഹി വാസ് അഫ്രൈഡ് ടു സ്പീക്ക് ടു ദ പ്രീസ്റ്റ്, പ്രീസ്റ്റിനോട് സംസാരിക്കാൻ അവന് ഭയമുണ്ടായിരുന്നു. ഇനി കൂടുതലായിട്ട് സംസാരിക്കാൻ അവന് പേടിയുണ്ടായിരുന്നു. എക്സെപ്റ്റ് ടു സേ ഗുഡ് ബൈ, എന്തുമാത്രം പറയാനേ പറ്റൂ, ഗുഡ് ബൈ പറയാൻ മാത്രമേ ഇനി അവന് പറ്റൂ, അല്ലാതെ മറ്റു കാര്യങ്ങൾ ചോദിക്കുന്നതിന് അവന് ഭയം ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ എന്ത് ചെയ്യില്ല, ഒന്നും ചോദിച്ചില്ല. അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരുന്നു എന്താണ് ആ പ്രീസ്റ്റ് ആ വാചകത്തിലൂടെ, അഡ്വൈസിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരുന്നു. ഹീ ലെഫ്റ്റ് ദ ടെമ്പിൾ വെരി സോറോഫുള്ളി, ഇപ്പം വളരെ വിഷമത്തോടെ അവൻ എന്ത് ചെയ്തു, ആ ടെമ്പിള്, ക്ഷേത്രം വിട്ട് ഇറങ്ങി. ആൻഡ് ബിഗാൻ ടു വണ്ടർ വാട്ട് ഹീ ഷുഡ് ഡു, എന്നിട്ട് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, താൻ എന്താണ് ചെയ്യുക എന്ന് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ചിന്തിക്കാനായിട്ട് തുടങ്ങി. ഇഫ് ഹി വെൻറ്റ് സ്ട്രെയിറ്റ് ഹോം, എങ്ങോട്ടാ, വീട്ടിലേക്ക് പോയാൽ, ഹീ ഫെൽറ്റ് ഷുവർ ഹിസ് ഫാദർ വുഡ് പണിഷ് ഹിം, അച്ഛൻ എന്ത് ചെയ്യും, പണിഷ്മെൻറ്റ്, ശിക്ഷ തരും. ഫോർ ഹൗ ബീങ് ഡിസ്ഒബീഡിയൻറ്റ് ടു ദ പ്രീസ്റ്റ്, അപ്പം പുരോഹിതനെ അനുസരിക്കാതെ അവിടുന്ന് ഇറങ്ങി വന്നതിന് എന്ത് ചെയ്യും, അച്ഛൻ ശിക്ഷ തരുമെന്ന് അവന് ഉറപ്പാണ്. സോ ഹി വാസ് അഫ്രൈഡ് ടു ഗോ ഹോം, അതുകൊണ്ട് അവൻ എന്ത് ചെയ്തില്ല, വീട്ടിൽ പോകാൻ അവന് പേടിയായിരുന്നു. ആൾ അറ്റ് വൺസ് ഹി റിമെമ്പേർഡ് ദാറ്റ് അറ്റ് ദ നെക്സ്റ്റ് വില്ലേജ്, ആ സമയത്ത് അവന് ഓർമ്മ വന്നു, എന്തിനെക്കുറിച്ചാണ്, 12 മൈൽ എവേ, 12 മൈൽ എവേ, മൈൽ എന്ന് ഉദ്ദേശിക്കുന്ന കിലോമീറ്റർ കണക്ക് മറ്റൊരു അളവാണെന്ന് അറിയാലോ, 1.6 കിലോമീറ്റർ ആണ് മൈൽ എന്ന് പറയുന്ന ഒരു മൈൽ. അപ്പം അറ്റ് വൺസ് ഹി റിമെമ്പർഡ്, അവന് ഓർമ്മ വന്നു, ദാറ്റ് അറ്റ് ദ നെക്സ്റ്റ് വില്ലേജ്, അടുത്ത ഗ്രാമത്തിൽ, 12 മൈൽ എവേ, ഇപ്പം 12 മൈൽസ് ദൂരെയുള്ള അടുത്ത വില്ലേജ്, ഗ്രാമത്തിൽ അവിടെ ഒരു വലിയ അമ്പലം ഉണ്ടെന്നറിയാം. ദർ വാസ് എ വെരി ബിഗ് ടെമ്പിൾ, ഒരു അമ്പലം ഉണ്ട്. ഹി ഹാഡ് ഹേർഡ് ദർ വെയർ സെവറൽ പ്രീസ്റ്റ്, അവിടെയും കുറേ പുരോഹിതനുണ്ടെന്ന് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അറ്റ് ദാറ്റ് ടെമ്പിൾ, ആ അമ്പലത്തിൽ കുറേ പുരോഹിതന്മാരുണ്ടെന്ന് അവൻ കേട്ടിട്ടുണ്ട്. ആൻഡ് ഹീ മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ടു ഗോ ടു ദം, അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകാമെന്നവൻ തീരുമാനിച്ചു. ആൻഡ് ആസ്ക് ദം ടു ടേക്ക് ഹിം, അതോടൊപ്പം അവരോട് ചോദിക്കാം, എന്നെ എന്തായിട്ട് എടുക്കാമോ എന്ന്, ഒരു സഹായിയായിട്ട് നിങ്ങൾക്ക് എന്നെ എടുക്കാമോ എന്ന് ചോദിക്കാം എന്ന് തീരുമാനിച്ച് അങ്ങോട്ടേക്ക് നടക്കാനായിട്ട് അവൻ തീരുമാനിച്ചു. അപ്പം 12 മൈൽ, ഈ ക്ഷേത്രത്തിൽ നിന്നും 12 മൈൽ അകലെയുള്ള മറ്റൊരു വില്ലേജിലെ ക്ഷേത്രത്തിലേക്കാണ് അവൻ നടന്ന് തുടങ്ങുന്നത്. നൗ ദാറ്റ് ബിഗ് ടെമ്പിൾ വാസ് ക്ലോസ്ഡ് അപ്പ്. നൗ, ഇപ്പോൾ എന്ത് ചെയ്തേക്കാണ്, ദാറ്റ്, ആ വലിയ ക്ഷേത്രം, വാസ് ക്ലോസ്ഡ് അപ്പ്, അടച്ചിട്ടിരിക്കുകയായിരുന്നു. ബട്ട് ദ ബോയ് ഡിഡ് നോട്ട് നോ, ആ കുട്ടിക്ക് അറിയില്ല, നോ ദിസ് ഫാക്റ്റ്, ഇപ്പം ഏത് കാരണത്താലാണ് ഇത് അടച്ചിട്ടേക്കുന്നതെന്നുള്ള കാര്യം ഈ കുട്ടിക്ക് അറിയത്തില്ല. ദ റീസൺ ഇറ്റ് ഹാഡ് ബീൻ ക്ലോസ്ഡ്, അത് അടച്ചിട്ടേക്കുന്നതിനുള്ള കാരണം വാസ് ദാറ്റ് എ ഗോബ്ലിൻ ഹാഡ് ഫ്രൈറ്റൻഡ് ദ പ്രീസ്റ്റ് അവേ, അവിടെയുള്ള പുരോഹിതന്മാരെയെല്ലാം ഒരു കുട്ടിച്ചാത്തനുണ്ട്. ഈ ഗോബ്ലിൻ എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഒരു കുട്ടിച്ചാത്തൻ പുരോഹിതന്മാരെല്ലാം എന്ത് ചെയ്തു, ഭയപ്പെടുത്തി ഓടിച്ചത് കൊണ്ടാണ് ആ ക്ഷേത്രം അടച്ചിട്ടേക്കുന്നതെന്ന് ഈ കുട്ടിക്ക് അറിയില്ല. ആൻഡ് ഹാഡ് ടേക്കൺ പൊസഷൻ ഓഫ് ദ പ്ലേസ്, അതോടൊപ്പം ആ ക്ഷേത്രത്തിൻ്റെ കൈവശപ്പെടുത്തി വെച്ചേക്കാണ്. അപ്പം പൊസഷൻ ഓഫ് ദ പ്ലേസ്, ആ സ്ഥലം എന്ത് ചെയ്തേക്കുവാണ്, കൈവശപ്പെടുത്തി വെച്ചേക്കുകയാണ്. ആര്, നമ്മുടെ ഗോബ്ലിൻ കൈവശപ്പെടുത്തി വെച്ചേക്കുകയാണെന്ന് നമ്മുടെ ഈ കുട്ടിക്ക് അറിയാതെയാണ് അവൻ എന്ത് ചെയ്യുന്നത്, ആ ടെമ്പിളിലേക്ക് പോകുന്നത്. സം ബ്രേവ് വാരിയർ, അതോടൊപ്പം എന്ത് ചെയ്തു, ധീരയായ, ബ്രേവ് വാരിയർ എന്ന് വെച്ചാൽ എന്താ, ധീരരായ ഏതാനും എന്ത് ചെയ്തു, യോദ്ധാക്കൾ, വാരിയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് യോദ്ധാക്കൾ, ഹാഡ് ആഫ്റ്റർവേർഡ് ഗോൺ ടു ദ ടെമ്പിൾ, അമ്പലത്തിലേക്ക് പോയിരുന്നു. എന്തിനാണ്, അറ്റ് നൈറ്റ്, രാത്രിയിൽ പോയിരുന്നു. ടു കിൽ ദ ഗോബ്ലിൻ, എന്ത് ചെയ്യാൻ വേണ്ടി, ആ കുട്ടിച്ചാത്തനെ വധിക്കുന്നതിന് വേണ്ടി ധീരന്മാരായിട്ടുള്ള യോദ്ധാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ക്ഷേത്രത്തിലേക്ക് രാത്രിയിൽ പോയിരുന്നു. ബട്ട് ദേ ഹാഡ് നെവർ ബീൻ സീൻ എലൈവ് അഗെയിൻ, അവരെയൊന്നും പിന്നെ ജീവനോടെ കണ്ടിട്ടില്ല. അപ്പം അതിനെ കൊല്ലാനായിട്ട്, ആ കുട്ടിച്ചാത്തനെ കൊല്ലാനായിട്ട് വന്ന വാരിയേഴ്സിനെ ഒന്നും പിന്നെ കണ്ടിട്ടില്ല. നോബഡി ഹാഡ് എവർ ടോൾഡ് ദീസ് തിങ്സ് ടു ദ ബോയ്, ആ ബാലനോട് ആരും ഈ കഥയൊന്നും പറഞ്ഞിട്ടില്ല. സോ ഹി വാക്ക്ഡ് ഓൾ ദ വേ ടു ദ വില്ലേജ്, അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, അങ്ങോട്ടേക്ക് തന്നെ നടന്നു. അവൻ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഹോപ്പിംഗ് ടു ബി കൈൻഡ്ലി ട്രീറ്റഡ് ബൈ ദ പ്രീസ്റ്റ്, അപ്പോൾ എന്ത് ചെയ്യും,
ദയ നിറഞ്ഞ പെരുമാറ്റം പ്രതീക്ഷിച്ച് അവൻ എന്ത് ചെയ്തു? ആ ഗ്രാമത്തിലേക്ക് പോയി. സോ ഹീ വാക്ക്ഡ്, അവൻ നടന്നു, ഓൾ ദ വേ ടു ദ വില്ലേജ്, ആ ഗ്രാമത്തിലേക്ക് നടന്നു, എന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തിലേക്ക് നടന്നു. ഹോപ്പിംഗ് ടു ബി കൈൻഡ്ലി ട്രീറ്റഡ്, അവരെന്ത് ചെയ്യും? നല്ലതായിട്ട്, നല്ല ദയ നിറഞ്ഞ പെരുമാറ്റം അവർ നടത്തും. ആര് നടത്തുമെന്ന് വിചാരിച്ച്? നമ്മുടെ പുരോഹിതന്മാർ, ആ ക്ഷേത്രത്തിലെ പുരോഹിതന്മാർ ഇവനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? അങ്ങോട്ടേക്ക് നടന്ന് പോകുന്നത്. ഹി ഗോ ടു ദ വില്ലേജ് ഇറ്റ് വാസ് ഓൾറെഡി ഡാർക്ക്. വെൻ ഹി ഗോ ടു ദ വില്ലേജ്, അവൻ ഗ്രാമത്തിൽ എത്തിയപ്പോഴേക്കും അവിടെ എന്തായിരുന്നു? ഇരുൾ വീണു കഴിഞ്ഞിരുന്നു, എന്ന് വെച്ചാൽ ഇരുട്ടായിരുന്നു. ആൻഡ് ഓൾ ദ പീപ്പിൾ വെയർ ഇൻ ദ ബെഡ്, ജനങ്ങളെല്ലാം ഉറങ്ങാൻ കിടന്നിരുന്നു. ബട്ട് ഹീ സോ ദ ബിഗ് ടെമ്പിൾ ഓൺ എ ഹിൽ, അതേസമയം അവൻ ആ വലിയ അമ്പലം എവിടെ കണ്ടു? ആ ഹില്ലിൽ കണ്ടു. ആ ഹിൽ എവിടെയാണ്? അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ പ്രിൻസിപ്പൽ സ്ട്രീറ്റ്, ആ പ്രധാന തെരുവിൻ്റെ അങ്ങേയറ്റത്തുള്ള, അതർ എൻഡ് എന്നാണ് പറഞ്ഞത്, പ്രധാന തെരുവിൻ്റെ അങ്ങേയറ്റത്തുള്ള ആ വലിയ അമ്പലം അവൻ എന്ത് ചെയ്തു? കണ്ടു. ആൻഡ് ഹീ സോ ദർ വാസ് എ ലൈറ്റ് ഇൻ ദ ടെമ്പിൾ, അതോടൊപ്പം ആ ക്ഷേത്രത്തിൽ ഒരു വെളിച്ചവും അവൻ കണ്ടു. പീപ്പിൾ ഹു ടെൽ ദ സ്റ്റോറി, ഇപ്പം ഈ ഗോബ്ലിൻ്റെ സ്റ്റോറി പറഞ്ഞില്ലേ നേരത്തെ, നമ്മളൊരു സ്റ്റോറി പറഞ്ഞു ഒരു കുട്ടിച്ചാത്തൻ്റെ, ആ കഥ പറയുന്നവർ പറയുന്നത് എന്തെന്നാൽ, ദ ഗോബ്ലിൻ യൂസ് ടു മേക്ക് ദാറ്റ് ലൈറ്റ്, ആ വെളിച്ചമുണ്ടാക്കുന്നത് ആരാണ്? കുട്ടിച്ചാത്തനാണെന്നാണ് ആളുകൾ പറയുന്നത്. ഇൻ ഓർഡർ ടു ടെംപ്റ്റ് ലോൺലി ട്രാവലേഴ്സ് ടു ആസ്ക് ഫോർ ഷെൽട്ടർ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന, ഇൻ ഓർഡർ ടു ടെംപ്റ്റ് ലോൺലി ട്രാവലർ, കണ്ടോ, ലോൺലി ട്രാവലേഴ്സ് എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളുകളെ എന്ത് ചെയ്യുന്നു? അഭയം ചോദിച്ച് ചെല്ലാൻ പ്രേരിപ്പിക്കുന്നു. ടെംപ്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കുട്ടിച്ചാത്തൻ ഈ വെളിച്ചം, ഈ മേക്ക് ദാറ്റ് ലൈറ്റ്, ആ വെളിച്ചം ഉണ്ടാക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്, ഈ കഥ പറയുന്നവർ പറയുന്നത്. ഇനി ദ ബോയ് വെന്റ് അറ്റ് വൺസ് ടു ദ ടെമ്പിൾ, എന്ത് ചെയ്തു? നമ്മുടെ കുട്ടി എന്ത് ചെയ്തു? ആ ക്ഷേത്രത്തിലേക്ക് പോയി. ആൻഡ് നോക്ക്ഡ്, എന്നിട്ട് എന്ത് ചെയ്തു? വാതിലിൽ മുട്ടി. ദർ വാസ് നോ സൗണ്ട് ഇൻസൈഡ്, അകത്ത് യാതൊരു ശബ്ദവും ഉണ്ടായിരുന്നില്ല. ഹി നോക്ക്ഡ് ആൻഡ് നോക്ക്ഡ് അഗൈൻ, പിന്നെയും എന്ത് ചെയ്തു? വാതിലിൽ മുട്ടി. ബട്ട് സ്റ്റിൽ നോബഡി കെയിം, എന്നിട്ടും ആരും വന്നില്ല. അറ്റ് ലാസ്റ്റ് ഹി പുഷ്ഡ് ജെന്റ്ലി അറ്റ് ദ ഡോർ, ആ വാതിലിനെ എന്ത് ചെയ്തു? ഒന്ന് തള്ളി നോക്കി. പുഷ് ചെയ്യാന്ന് വെച്ചാൽ എന്ത് ചെയ്തു? ആ വാതിലിന് എന്ത് ചെയ്തു? മൃദുവായിട്ട്, ജെന്റ്ലി, പുഷ്ഡ് ജെന്റ്ലി എന്നാണ്, മൃദുവായി തള്ളി. ആൻഡ് വാസ് ക്വൈറ്റ് ഗ്ലാഡ് ടു ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഹാഡ് നോട്ട് ബീൻ ഫാസ്റ്റൻഡ്, അപ്പം ആ വാതിൽ ബന്ധിച്ചിരുന്നില്ല. ഫാസ്റ്റൻഡ് എന്ന് ഉദ്ദേശിക്കുന്ന അവൻ തള്ളിയപ്പോൾ ഡോർ അങ്ങ് തുറന്നു വന്നു എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്തിരുന്നില്ല, അത് ബന്ധിച്ചിരുന്നില്ല, ആ വാതിൽ ബന്ധിച്ചിരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവന് തികച്ചും എന്ത് തോന്നി? ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ ഫാസ്റ്റ് ആൻഡ് ക്വൈറ്റ് ഗ്ലാഡ്, അവൻ എന്ത് തോന്നി എന്നാ പറഞ്ഞാൽ അവന് തികച്ചും സന്തോഷം തോന്നി. ആ ഡോറ് പിടിച്ച് തള്ളിയപ്പോൾ അവൻ പയ്യെ ഒന്ന് തള്ളിയതുള്ളൂ, ആ ഡോറ് തുറന്നു വന്നപ്പോൾ അവന് ഭയങ്കര സന്തോഷം ആയി. സോ ഹി വെന്റ് ഇൻ, അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഉള്ളിൽ പ്രവേശിച്ചു. വെന്റീൻ, ഉള്ളിൽ പ്രവേശിച്ചു. ആൻഡ് സോ എ ലാമ്പ് ബേണിങ്, അങ്ങനെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് കണ്ടു. സോ എ ലാമ്പ് ബേണിങ്, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് അവൻ കണ്ടെങ്കിലും ബട്ട് നോ പ്രീസ്റ്റ്, അവിടെ ആരെ കണ്ടുന്നില്ല? പുരോഹിതരെ ആരെയും അവൻ കാണുന്നില്ല. ഹി തോട്ട് സം പ്രീസ്റ്റ് വുഡ് ബി ഷുവർ ടു കം വെരി സൂൺ. ഹി തോട്ട്, അവൻ ചിന്തിക്കുകയാണ്, സം പ്രീസ്റ്റ്, ഏതാനും പുരോഹിതർ എന്ത് ചെയ്യും? തീർച്ചയായും വിഡ് ബി ഷുവർ കം വെരി സൂൺ, വന്നെത്തും എന്നവൻ എന്ത് ചെയ്തു? വിചാരിക്കുകയാണ്. ഇപ്പം തന്നെ എന്ത് ചെയ്യും? കുറച്ച് പ്രീസ്റ്റുകൾ, കുറച്ച് പുരോഹിതന്മാർ വന്നെത്തും. ആൻഡ് ഹീ സാറ്റ് ഡൗൺ ആൻഡ് വെയിറ്റഡ്, അവൻ എന്ത് ചെയ്തു? അവരെ പ്രതീക്ഷിച്ച് ഇരുന്നു, വെയിറ്റ് ചെയ്തിരുന്നു. ദെൻ ഹീ നോട്ടീസ്ഡ് ദാറ്റ്, അപ്പോൾ അവൻ എന്ത് ചെയ്തു? നോട്ടീസ് ചെയ്തു. അവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ ദാറ്റ് എവറിത്തിങ് ഇൻ ദ ടെമ്പിൾ വാസ് ഗ്രേ വിത്ത് ഡസ്റ്റ്, ആ ക്ഷേത്രത്തിലുള്ള എല്ലാ സാധനങ്ങളും എന്ത് ചെയ്തു? ഗ്രേ വിത്ത് ഡസ്റ്റ്, പൊടി പിടിച്ച് എന്ത് ചെയ്തു? ചാര നിറത്തിലാണെന്നും. ആൻഡ് തിക്ലി സ്പൺ ഓവർ വിത്ത് കോബ് വെബ്, അതോടൊപ്പം എന്താ? കട്ടിലിൽ ചിലന്തി വല കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നതായിട്ട് അവൻ കണ്ടു. ആൻഡ് സോ ഹി തോട്ട് ടു ഹിംസെൽഫ് ദാറ്റ് ദ പ്രീസ്റ്റ് വുഡ് സർട്ടൻലി ലൈക്ക് ടു ഹാവ് എ കോലൈറ്റ്. സോ ഹി, ഇതൊക്കെ കണ്ടപ്പോൾ അവന് മനസ്സിലായി, അല്ലെങ്കിൽ അവൻ ചിന്തിക്കുകയാണ്, ടു ഹിംസെൽഫ്, അവനോട് തന്നെ അവൻ ചിന്തിച്ച് പറയുകയാണ്, ദാറ്റ് ദ പ്രീസ്റ്റ് വുഡ് സർട്ടൻലി ലൈക്ക് ടു, ഈ പുരോഹിതന്മാരെ ഒരു സഹായിയെ തേടി നടക്കുകയായിരിക്കാം. ടു കീപ് ദ പ്ലേസ് ക്ലീൻ, ഈ സ്ഥലങ്ങൾ വൃത്തിയാക്കി സൂക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഒരു സഹായിയെ അവരെന്ത് ചെയ്യുകയാണ്? നോക്കുകയാണ് എന്നവൻ ചിന്തിച്ചു. ഹി വണ്ടേർഡ് വൈ ദേ ഹാഡ് അലൗഡ് എവറിത്തിങ് ടു ഗെറ്റ് സോ ഡസ്റ്റി, അതോടൊപ്പം അവൻ ചിന്തിക്കുകയാണ്,
he wondered why they had allowed everything to get so dusty. എന്താണ് എല്ലാം ഇത്രയേറെ he wondered അവൻ എന്ത് ചെയ്തു അത്ഭുതപ്പെടുകയാണ് അതിശയിക്കുകയാണ് why they had allowed ഇതെല്ലാം ഇങ്ങനെ ഇത്രയേറെ പൊടി പിടിക്കാൻ അവർ അനുവദിച്ചത് എന്തുകൊണ്ട് എന്നവൻ ആലോചിച്ചു. what most pleased him അതോടൊപ്പം അവനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച മോസ്റ്റ് പ്ലീസ്ഡ് ഹിം ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച എന്തെന്നാൽ ഹവർ വേർ സം ബിഗ് വൈറ്റ് സ്ക്രീൻ അവിടെ എന്ത് കണ്ടു അവൻ വെള്ള നിറത്തിലുള്ള ഏതാനും സ്ക്രീനുകൾ എന്ത് ചെയ്തു കണ്ടു. ഗുഡ് ടു പെയിന്റ് ക്യാറ്റ് അപ്പോൺ അതിനകത്ത് എന്ത് വരയ്ക്കാം പൂച്ചയെ വരയ്ക്കാനുള്ള സ്ക്രീനുകൾ അവിടെ അവൻ എന്ത് ചെയ്തു കണ്ടു. വലിയ സ്ക്രീൻ കണ്ടപ്പോൾ അവൻ്റെ മനസ്സിലെന്ത് ചെയ്യാം പൂച്ചകളെ വരയ്ക്കാം എന്നവന് ചിന്ത വന്നു. തോട്ട് ഹി വാസ് ടയേർഡ് അതോടൊപ്പം അവൻ എന്ത് ചെയ്യും അപ്പം ക്ഷീണിതനായിരുന്നു. ഹി ലുക്ക്ഡ് അറ്റ് വൺസ് ഫോർ എ റൈറ്റിംഗ് ബോക്സ് അങ്ങനെ നോക്കിയപ്പോൾ അവൻ എന്ത് ചെയ്തു ഒരു എഴുത്തു പെട്ടിക്കായിട്ട് തിരയുകയാണ്. ആൻഡ് ഫൗണ്ട് വൺ എന്നിട്ട് എന്ത് ചെയ്തു ഒരു എഴുത്തു പെട്ടി അവൻ കണ്ടെത്തുകയും ചെയ്തു. ആൻഡ് ഗ്രൗണ്ട് സം ഇങ്ക് അതിലെന്ത് മഷി ഉണ്ടാക്കി. ആൻഡ് ബിഗാൻ ടു പെയിന്റ് ക്യാറ്റ് അപ്പം ഗ്രൗണ്ട് സം ഇങ്ക് അതോടൊപ്പം എന്ത് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞ മഷി ഉണ്ടാക്കി. ഗ്രൗണ്ട് സം ഇങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് മഷി ഉണ്ടാക്കിയാണ്. ആൻഡ് ബിഗാൻ ടു പെയിന്റ് ക്യാറ്റ് എന്നിട്ട് എന്ത് ചെയ്തു പൂച്ചകളെ വരയ്ക്കാൻ തുടങ്ങുകയും ചെയ്തു. ആൻഡ് ബിഗാൻ ടു പെയിന്റ് ക്യാറ്റ് എന്നിട്ട് എന്ത് ചെയ്തു ആ വെള്ള സ്ക്രീനിനകത്ത് പൂച്ചകളെ വരയ്ക്കാൻ അവൻ തുടങ്ങി. ഗ്രേറ്റ് മെനി ക്യാറ്റ് അപ്പോൺ ദ സ്ക്രീൻ ആ വെള്ള സ്ക്രീനിൽ ഒരുപാട് പൂച്ചകളെ അവൻ എന്ത് ചെയ്തു വരച്ചു. ദെൻ ഹി ബിഗാൻ ടു ഫീൽ വെരി സ്ലീപ്പി അവൻ എന്ത് ചെയ്തു ഭയങ്കരമായിട്ട് ഉറക്കം വന്നപ്പോൾ ഹി വാസ് ജസ്റ്റ് ഓൺ ദ പോയിന്റ് ഓഫ് ലൈങ് ഡൗൺ ടു സ്ലീപ്പ് ബിസൈഡ് വൺ ഓഫ് ദ അപ്പോൾ ഹി വാസ് ജസ്റ്റ് ഓൺ പോയിന്റ് ഓഫ് ലൈങ് ഡൗൺ ഒരിടത്ത് കിടന്ന് ഉറങ്ങാനായിട്ട് അവൻ എന്ത് ചെയ്തു ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഒരു സ്ക്രീനിൻ്റെ അടുത്തായിട്ട് കിടന്നുറങ്ങാനായിട്ട് അവൻ തുടങ്ങുന്ന സമയത്ത് വെൻ ഹി സഡൻലി റിമെമ്പേർഡ് ആ സമയത്താണ് അവന് ഒരു കാര്യം ഓർമ്മ വന്നത്. അവോയ്ഡ് ലാർജ് പ്ലേസസ് കീപ് ടു സ്മാൾ എന്ന നമ്മുടെ പ്രീസ്റ്റിൻ്റെ വാചകം. പ്രീസ്റ്റ് എന്തു പറഞ്ഞ രാത്രിയിൽ വലിയ സ്ഥലങ്ങൾ ലാർജ് പ്ലേസസ് വലിയ സ്ഥലങ്ങൾ എന്ത് ചെയ്യണം ഒഴിവാക്കുക. അതോടൊപ്പം കീപ് ടു സ്മാൾ ചെറിയ സ്ഥലങ്ങളിൽ കഴിയുക എന്ന് പറഞ്ഞ നമ്മുടെ പ്രീസ്റ്റിൻ്റെ വാചകം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മയിലേക്ക് ഓർമ്മ വന്നു. അപ്പോൾ എന്തോ ഉദ്ദേശിക്കുന്നത് ഒരു സ്ക്രീനിൻ്റെ അടുത്ത് പോയി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ഒരു വാചകം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. ദ ടെമ്പിൾ വാസ് വെരി ലാർജ് ആ ക്ഷേത്രം വളരെ വലുതായിരുന്നു. ആൻഡ് ഹി വാസ് ആൾ അലോൺ അതോടൊപ്പം അവൻ എന്താണ് എലോൺ ആണ് ഒറ്റയ്ക്കായിരുന്നു. ആൻഡ് ഹി തോട്ട് ഓഫ് ദീസ് വേർഡ് ഈ വാചകങ്ങൾ നമ്മുടെ പ്രീസ്റ്റ് പറഞ്ഞ വാചകങ്ങൾ ഓർമ്മ വന്നതുകൊണ്ട് തോ ഹി കുഡ് നോട്ട് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡ് നന്നായിട്ട് മനസ്സിലായില്ല എങ്കിൽ കൂടെയും ഹി ബിഗാൻ ടു ഫീൽ ഫോർ ദ ഫസ്റ്റ് ടൈം എ ലിറ്റിൽ അഫ്രൈഡ് ചെറിയൊരു ഭയം അവൻ്റെ ഉള്ളിലേക്ക് ഓടി വന്നു. ആൻഡ് ഹി റിസോൾവ്ഡ് ടു ലുക്ക് ഫോർ എ സ്മാൾ പ്ലേസ് അതുകൊണ്ട് അവൻ ചെറിയ സ്ഥലം അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഇൻ വിച്ച് ടു സ്ലീപ്പ് അതിൽ കിടന്ന് ഉറങ്ങാം. അപ്പം ചെറിയ റൂം തിരക്കി അവൻ നടക്കാൻ തുടങ്ങി ആ ക്ഷേത്രത്തിൽ. ഹി ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ് അങ്ങനെ വന്നപ്പോൾ അവൻ എന്ത് കണ്ടു ഒരു ചെറിയ പെട്ടി കണ്ടു. ഒരു ലിറ്റിൽ ക്യാബിനറ്റ് ഒരു ചെറിയ പെട്ടി പോലത്തെ ഒരു ഭാഗം കണ്ടു. എന്താ പ്രത്യേകത വിത്ത് എ സ്ലൈഡിങ് ഡോർ ആ പെട്ടിയിൽ എന്തുണ്ട് നിരക്കി നീക്കാവുന്ന ഒരു ഡോർ ഉണ്ടായിരുന്നു. ആൻഡ് വെന്റ് ഇൻ ടു ഇറ്റ് അതിനകത്തോട്ട് എന്ത് ചെയ്തു അവൻ പ്രവേശിച്ചതിന് ശേഷം ഷട്ട് ഹിംസെൽഫ് അപ്പ് ആ വാതിലങ്ങ് അടച്ചു. ആൻഡ് ദെൻ ഹി ലേ ഡൗൺ അതിലെന്ത് ചെയ്തു കിടക്കുകയും ഫെൽ ഫാസ്റ്റ് അസ്ലീപ്പ് പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ചെറിയ ക്യാബിനറ്റിൽ കയറിയതിന് ശേഷം സ്ലൈഡിംഗ് ഡോർ അടച്ച് അവിടെ കിടന്ന് പെട്ടെന്ന് ഉറങ്ങിപ്പോവുകയാണ് അവൻ ചെയ്യുന്നത്. വെരി ലേറ്റ് ഇൻ നൈറ്റ് അപ്പം രാത്രിയിൽ വളരെ വൈകിയപ്പോൾ എന്ന് വെച്ചാൽ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഹി വാസ് അവേക്കൻഡ് അവൻ എന്ത് ചെയ്തു ഉണർന്നു. ബൈ എ മോസ്റ്റ് ടെറിബിൾ നോയിസ് അപ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന ശബ്ദം കേട്ട് അവൻ എന്ത് ചെയ്തു അവേക്കൻ ചെയ്തു ഉണർന്നു. എ നോയ്സ് ഓഫ് ഫൈറ്റിംഗ് എങ്ങനെയുള്ള ശബ്ദങ്ങളാണ് ഏറ്റുമുട്ടലുകളുടെയും അതോടൊപ്പം നിലവിളികളുടെയും ശബ്ദം കേട്ടാണ് നമ്മുടെ ആ കുട്ടി എന്ത് ചെയ്തു ഉണർന്നത്. ഇറ്റ് വാസ് സോ ഡ്രെഡ്ഫുൾ അത് വളരെ എങ്ങനെയാണ് ഭയപ്പെടുത്തുന്നതായിരുന്നു. ദാറ്റ് ഹി വാസ് അഫ്രൈഡ് ഈവൻ ടു ലുക്ക് ത്രൂ എ ചിങ്ക് ഓഫ് ലിറ്റിൽ ക്യാബിനറ്റ് അപ്പം ആ ലിറ്റിൽ ക്യാബിനറ്റിലെ ആ പെട്ടിയുടെ വിടവിലൂടെ പോലും ചിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വിടവിലൂടെ പോലും അത് നോക്കാൻ പോലും അവൻ എന്ത് ചെയ്യുന്നു ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഭീതിജനകമായിട്ടുള്ള ശബ്ദമായിരുന്നു അതിൽ നിന്നും പുറത്തു വന്നത്. ഹി ലേ വെരി സ്റ്റിൽ അവൻ എന്ത് ചെയ്തു വളരെ ഭയം മൂലം ശ്വാസം അടക്കിപ്പിച്ചു. ഹോൾഡിങ് ഹിസ് ബ്രീത്ത് ഫോർ ഫ്രൈറ്റ് അപ്പം പേടിച്ച് ശ്വാസം അടക്കി പിടിച്ചവൻ എന്ത് ചെയ്തു അതിൽ തന്നെ നിശ്ചലനായിട്ട് അവൻ എന്ത് ചെയ്തു കിടന്നു.
ദ ലൈറ്റ് ദാറ്റ് ഹാഡ് ബീൻ ഇൻ ദ ടെമ്പിൾ, ആ ക്ഷേത്രത്തിലുള്ള വെളിച്ചം എന്ത് ചെയ്തു? വെന്റ് ഔട്ട്, പെട്ടെന്ന് അണഞ്ഞു. ബട്ട് ദ ഓഫുൾ സൗണ്ട്, പക്ഷേ ആ ഭയാനകമായിട്ടുള്ള ശബ്ദങ്ങൾ എന്ത് ചെയ്തു? തുടർന്നുകൊണ്ടേയിരുന്നു, കണ്ടിന്യൂഡ്. ആൻഡ് ബിക്കം മോർ ഓഫുൾ, അതോടൊപ്പം ഇങ്ങനെ ശബ്ദം കൂടിക്കൂടി വന്നു. ആൻഡ് ഓൾ ദ ടെമ്പിൾ ഷൂക്ക്, ആ ക്ഷേത്രം മുഴുവനും കുലുങ്ങി. ആഫ്റ്റർ എ ലോങ് ടൈം സൈലൻസ് കെയിം, കുറേ നേരം കഴിഞ്ഞ് എന്ത് വന്നു? നിശബ്ദത വന്നു. ബട്ട് ദ ബോയ് വാസ് സ്റ്റിൽ അഫ്രൈഡ്, പക്ഷേ കുട്ടി എന്താണ്? പേടിയാണ്. ടു മൂവ്, അനങ്ങാൻ പോലും അവൻ ഭയപ്പെട്ടു. ഹി ഡിഡ് നോട്ട് മൂവ് അണ്ടിൽ ദ ലൈറ്റ് ഓഫ് ദ മോർണിംഗ് സൺ, പ്രഭാത സൂര്യൻ്റെ വെളിച്ചം വരുന്നത് വരെ അവൻ എന്ത് ചെയ്തില്ല? ആ പെട്ടിയിൽ, ആ ക്യാബിനറ്റിൽ അവൻ അനങ്ങിയില്ല. ഇൻ ടു ദ ക്യാബിനറ്റ് ത്രൂ ദ ചിങ്ക് ഓഫ് ദ ലിറ്റിൽ ഡോർ, അപ്പോൾ ആ ഡോറിൻ്റെ ചെറിയ വിടവിലൂടെ പ്രഭാത സൂര്യൻ്റെ വെളിച്ചം വരുന്നത് വരെ അവൻ എന്ത് ചെയ്തില്ല? ആ പെട്ടിക്കുള്ളിൽ അനങ്ങാതെ പേടിച്ച് ഇരുന്നു. ദെൻ ഹി ഗോട്ട് ഔട്ട് ഓഫ് ഹിസ് ഹൈഡിങ് പ്ലേസ്, അപ്പം അവൻ്റെ ഒളി സ്ഥലത്ത് നിന്നും അവൻ എന്ത് ചെയ്തു? ഗോട്ട് ഔട്ട്, പുറത്ത് വന്നു. വെരി കോഷ്യസ്ലി, എങ്ങനെ വന്നേ? ശ്രദ്ധാപൂർവം വന്നു. ആൻഡ് ലുക്ക്ഡ് അബൌട്ട്, എന്നിട്ട് എന്ത് ചെയ്തു? പുറത്ത് വന്നു, ചുറ്റും നോക്കി. ദ ഫസ്റ്റ് തിങ് ഹീ സോ വാസ് ദാറ്റ് ഓൾ ദ ഫ്ലോർ ഓഫ് ദ ടെമ്പിൾ വാസ് കവേർഡ് വിത്ത് ബ്ലഡ്. ദ ഫസ്റ്റ് തിങ്, ആദ്യം അവൻ കണ്ട കാര്യം എന്തുവാണ്? ഹീ സോ, അവൻ കണ്ടത് എന്തുവാണ്? ദാറ്റ് ദ ഫ്ലോർ ഓഫ് ദ ടെമ്പിൾ, ആ ക്ഷേത്രത്തിൻ്റെ തറയിൽ മുഴുവനും എന്ത് കിടക്കുന്നു? രക്തം കിടക്കുന്നതാണ് അവൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. ആൻഡ് ദെൻ ഹീ സോ, എന്നിട്ട് അവൻ എന്തുവാ കണ്ടേ? ലൈങ് ഡെഡ് ഇൻ ദ മിഡിൽ ഓഫ് ഇറ്റ്, അതിൻ്റെ നടുക്കായിട്ട് എന്ത് ചത്ത് കിടക്കുന്നതായിട്ടാണ് കണ്ടത്? ആൻഡ് എനോർമസ് ആയിട്ടുള്ള, എങ്ങനെയാണ്? ഭീമാകാരമായിട്ടുള്ള, മോൺസ്ട്രസ്, ബീവത്സമായിട്ടുള്ള ഒരു എലി ചത്ത് കിടക്കുന്നു. എങ്ങനെയുള്ള എലിയാണ്? എ ഗോബ്ലിൻ റാറ്റ്, ചാത്തൻ എലി. ബിഗ്ഗർ ദാൻ എ കൗ, ഏതുപോലെ? ഒരു പശുവിനെയും കാട്ടിയും വളരെ വലിപ്പമുള്ള ഒരു മോൺസ്ട്രസ് ആയിട്ടുള്ള റാറ്റ് അവിടെ ചത്ത് കിടക്കുന്നതാണ് അവൻ കണ്ടത്. ഈ കഥയിലെ ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഗോബ്ലിൻ ആരാണ്? റാറ്റാണ്. ചാത്തൻ ആരാണ്? എലിയാണെന്ന് ഒന്ന് മനസ്സിലാക്കുക. ബട്ട് ഹൂ ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്, പക്ഷേ ആര് അല്ലെങ്കിൽ എന്തിനായിരിക്കും? വാട്ട്, എന്തിനായിരിക്കും അതിനെ കൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ടാവുക? ആരെ? ഈ റാറ്റിനെ കൊല്ലാൻ കഴിഞ്ഞിട്ടുള്ള ആരാണ്? എന്തിനു വേണ്ടി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം എന്തിനായിരിക്കും? ദെയർ വാസ് നോ മാൻ ഓർ അതർ ക്രീച്ചർ ടു ബി സീൻ, അവിടെ എന്തിനെയൊന്നും കാണാൻ കഴിയുന്നില്ല, മനുഷ്യനെയും കാണാൻ കഴിയുന്നില്ല, മറ്റു ജന്തുക്കളെയും അവിടെ കാണാൻ കഴിയുന്നില്ല. സഡൻലി ദ ബോയ് ഒബ്സർവ്ഡ് ദാറ്റ്, ആ സമയത്ത് പെട്ടെന്ന് ആ കുട്ടി എന്ത് ചെയ്തു? ശ്രദ്ധിച്ചു. ദാറ്റ് ദ മൗത്ത് ഓഫ് ഓൾ ദ കാറ്റ് ഹി ഹാഡ് ഡ്രോൺ, അവൻ വരച്ച ആ പൂച്ചകളുടെ എല്ലാം വായയിൽ എന്തോ പ്രത്യേകത? നൈറ്റ് ബിഫോർ, രാത്രിയിൽ വരച്ച ചിത്രങ്ങളില്ലയോ, അതിനകത്തെല്ലാം അവരുടെ വായിൽ എന്തുണ്ട്? റെഡ് ആൻഡ് വെറ്റ് വിത്ത് ബ്ലഡ്, വായ എന്ത് ചെയ്തിരിക്കുന്നു? രക്തത്താൽ നനഞ്ഞിരിക്കുന്നു. വെറ്റ് ചെയ്തിരിക്കുന്നു, നനഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. രക്തത്താൽ ചുവന്ന് നനഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ദെൻ ഹി ന്യൂ ദാറ്റ്, അപ്പോഴാണ് അവന് മനസ്സിലായത് ദ ഗോബ്ലിൻ ഹാഡ് ബീൻ കിൽഡ് ബൈ, ആ ചാത്തൻ എലിയെ കൊന്നത് ആരാണ്? ഞാൻ വരച്ച പൂച്ചകളാണ് എന്നവന് മനസ്സിലായി. ആൻഡ് ദെൻ ആൾസോ, അത് കഴിഞ്ഞിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ടാണ് ഹി അണ്ടർസ്റ്റുഡ്, അവന് മനസ്സിലായത് വൈ ദ വൈസ് ഓൾഡ് പ്രീസ്റ്റ്, ആ ജ്ഞാനിയായിട്ടുള്ള നമ്മുടെ വൃദ്ധ പുരോഹിതൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോഴാണ്, ആദ്യമായിട്ടാണ് അവന് മനസ്സിലായത്. സെഡ് ടു ഹിം, എന്തുവാണ് അവനോട് പറഞ്ഞത്? അവോയ്ഡ് ലാർജ് പ്ലേസസ്, വലിയ സ്ഥലങ്ങൾ എന്ത് ചെയ്യുക? ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞില്ലായിരുന്നോ? വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക. എപ്പോൾ? രാത്രിയിൽ. അതോടൊപ്പം ചെറിയ സ്ഥലങ്ങളിൽ കഴിയുക എന്ന ആ ജ്ഞാനിയായ പണ്ഡിതൻ്റെ വാക്കുകളുടെ അർത്ഥം അവൻ ഇപ്പോഴാണ് മനസ്സിലായത്. ആഫ്റ്റർവേർഡ്, പിന്നീട്, ദാറ്റ് ബോയ്, ആ കുട്ടി എന്ത് ചെയ്തു? ബിക്കം എ വെരി ഫേമസ് ആർട്ടിസ്റ്റ്, ഒരു വലിയ കലാകാരനായിട്ട് അവൻ എന്ത് ചെയ്തു? മാറി. സം ഓഫ് ദ കാറ്റ് വിച്ച് ഹി ഡ്രൂ, അവൻ വരച്ച ചില പൂച്ചകൾ എന്ത് ചെയ്യുന്നു? സ്റ്റിൽ ഷോൺ ടു ട്രാവലേഴ്സ് ഇൻ ജപ്പാൻ, ഇപ്പോഴും ജപ്പാൻ സന്ദർശിക്കുന്നവരെ എന്ത് ചെയ്യുന്നുണ്ട്? കാണിക്കുന്നുണ്ട് അത്രേ എന്ന് പറഞ്ഞു നിർത്തുന്നു. ഇത്രയാണ് കഥയിൽ പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിലും അതോടൊപ്പം ഈ ചാനലിലെ തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനുമായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.